ഇന്നലെ നടന്ന നോർവേ വേഴ്സസ് സെനഗൽ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ജയിച്ചു കയറാൻ നോർവേക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ നോക്കുകയാണെങ്കിൽ ഹാളണ്ട് ഒരു പ്രൈസ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാച്ചാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ശേഷിക്കുന്ന ഗോള് പെഡൈസിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെനഗലിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സെനഗൽ മാനയും ജാക്സനും സാറുമാണ് അറ്റാക്കിനെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാറിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 2 ഗോൾ അടിച്ചെങ്കിലും വിജയിക്കാൻ കഴിയാതെ മടങ്ങാണ് സെനഗൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ജാക്സനും മാനയൊക്കെ ഒരു അസിസ്റ്റ് ഒക്കെ ഓരോ അസിസ്റ്റ് വീതം പ്രൊവൈഡ് ചെയ്ത മാച്ചായിരുന്നു ഉണ്ടായിരുന്നത്. കോലിബാലിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കുറെ ഡിഫൻസീവ് എററൊക്കെ ഉണ്ടായിരുന്ന ഒരു മാച്ചാണ്. അപ്പോൾ സെനഗലിന്റെ ഭാഗത്ത് അങ്ങനെയാണ് 7 കളിയിലേക്ക് ഉണ്ടായിരുന്നൊരു അവസ്ഥ. ഇനി നോർവേന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നോർവേ നല്ല കിടിലൻ കളിയാണ് ഇപ്പോൾ കളിക്കുന്നുള്ളത്. അപ്പം സെനഗലിനെതിരെയും ഇറാഖിനെതിരെയൊക്കെ ജയിച്ചു കയറാൻ നോർവേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത കളി നോർവേ കളിക്കാൻ പോകുന്ന ഫ്രാൻസിനെതിരെയാണ്. അപ്പോൾ ഈ കളിയിൽ എന്താവും എന്നുള്ളത് നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഫ്രാൻസിനെ ലീഡ് ചെയ്യുന്നത് ക്യാപ്റ്റനായിട്ടുള്ള ഒഡഗാർഡും ഹാളണ്ടും തന്നെയാണ്. ഇപ്പോൾ അറ്റാക്കിന് നിരവധി ഓപ്ഷൻസ് ഉള്ളൊരു ടീം തന്നെയാണ് നോർവേ. സോർലോത്ത്, അത്ലറ്റിക്കോയുടെ സോർലോത്തും ഹാളണ്ടൊക്കെ നല്ലൊരു ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റീസാണ് നോർവേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പം അടുത്ത കളിയിൽ ഫ്രാൻസ് വേഴ്സസ് നോർവേ മത്സരം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. കളിക്ക് ശേഷം ഹാളണ്ട് പറയുന്നത് ഈ ഫ്രാൻസിനെ പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നില്ല, കളിയിൽ ഉറപ്പായിട്ടും ജയിച്ച് കയറുന്നുള്ളൊരു മെന്റാലിറ്റിയാണ് ഇപ്പോൾ നോർവേന്റെ ഭാഗത്തുനിന്നുള്ളത്. അപ്പം ഈ 1998 ശേഷം ആദ്യമായിട്ടാണ് നോർവേ വേൾഡ് കപ്പിലേക്ക് വരുന്നത്. അപ്പം ആദ്യമായിട്ട് മടങ്ങി വരുമ്പോൾ തന്നെ നോക്കൗട്ടിലേക്കൊക്കെ കയറാൻ ക്യാപ്റ്റനായിട്ടുള്ള ഒഡഗാർഡിന്റെ ഒരു ക്യാപ്റ്റൻസിയിൽ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം നോർവേ ഏതുവരെ മുന്നേറുന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യമാണ്.